അപ്പോൾ നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബികോം തേർഡ് സെമ്മിലെ HRM ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എല്ലാ ചാപ്റ്ററിലത്തെയും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ ഒരു വീഡിയോ ആണിത്. അപ്പോൾ നമ്മൾ ബികോം തേർഡ് സെമ്മിലെ ബാക്കിയുള്ള എല്ലാ സബ്ജക്റ്റിൻ്റെയും റിവിഷൻ ക്ലാസ്, എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള റിവിഷൻ ക്ലാസ്സസിൻ്റെയും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെയും ഒക്കെ വീഡിയോ ഇട്ടിരുന്നു. അതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം. നിങ്ങൾക്ക് പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താലും കിട്ടും കേട്ടോ. പക്ഷേ നമ്മൾ HRMൻ്റെ റിവിഷൻ ക്ലാസ് ഇടാനുള്ള ടൈം നമുക്ക് കിട്ടാത്തത് കൊണ്ടാണ് നമ്മൾ ഇടാതിരുന്നത്. അപ്പോൾ കുറേ കുട്ടികൾ പറഞ്ഞു അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എങ്കിലും പറഞ്ഞു തരണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ക്ലാസ്സിലോട്ട് കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ HRMൻ്റെ 6 ചാപ്റ്ററാണ് HRMലുള്ളത്. ചിലവരുടെ കയ്യിൽ മൊഡ്യൂൾ വൈസ് ആയിട്ടുള്ള ടെക്സ്റ്റ് ആയിരിക്കും, ചിലവരുടെ കയ്യിൽ ചാപ്റ്റർ വൈസ് ആയിട്ടുള്ളതായിരിക്കും. എന്തായാലും കുഴപ്പമില്ല. അപ്പോൾ 6 ചാപ്റ്റർ 5 മൊഡ്യൂളാക്കിയിട്ടാണ് മൊഡ്യൂൾ വൈസ് ടെക്സ്റ്റിൽ കാണാം. അപ്പോൾ അതിലെ ഫസ്റ്റ് ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ ടു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്. ഓക്കെ, ഇത് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററില്ല. എന്നാലും ഇതിൽ 2 മാർക്കും 5 മാർക്കും ഒക്കെ കുറേ ഉണ്ട്. എസ്സേക്ക് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ഉള്ളതല്ല കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ ടു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൽ ആദ്യം എന്താണ് HRM എന്ന് നോക്കുക. 2 മാർക്ക് ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ഫീച്ചേഴ്സ് ഓഫ് HRMൻ്റെ ഫീച്ചേഴ്സ് 5 മാർക്ക് ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ദെൻ HRMൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നുണ്ട്, അതും എന്തായാലും നോക്കുക, അതും 5 മാർക്കായിട്ട് വരാം. ദെൻ HRMൻ്റെ ഒബ്ജക്റ്റീവ്സ്, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതും ചിലപ്പോൾ നമുക്ക് 5 മാർക്കായിട്ട് വരാം. ദെൻ HRMൻ്റെ സ്കോപ്പുകൾ, HRMൻ്റെ ഫങ്ഷൻസ്. അപ്പോൾ ഈ ഒബ്ജക്റ്റീവ്സ്, ഇമ്പോർട്ടൻസ്, ഫങ്ഷൻസ്, ഫീച്ചേഴ്സൊക്കെ പറഞ്ഞില്ലേ, അതിൽ നിന്ന് 1-2 എണ്ണമൊക്കെ എന്തായാലും ഷുവറായിട്ട് വരാം. അതുകൊണ്ട് അതൊന്നും സ്കിപ്പ് ചെയ്യാതെ എല്ലാതും നോക്കുക. ഈ പറഞ്ഞതൊക്കെ 5 മാർക്കായിട്ട് വരാം കേട്ടോ. പിന്നെ നോക്കേണ്ടത് അതിൽ പേഴ്സണൽ മാനേജ്മെൻറ്റ് എന്താണെന്ന് നോക്കുക. പിന്നെ പേഴ്സണൽ മാനേജ്മെൻറ്റും HRMും തമ്മിലുള്ള ഒരു ഡിഫറൻസ് പറയുന്നുണ്ട്, അതെന്തായാലും നോക്കുക. ദെൻ അടുത്തത് നോക്കേണ്ടത് SHRM സ്ട്രാറ്റജിക് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്താണെന്ന് നോക്കുക. 2 മാർക്ക് ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ EHRM ഇലക്ട്രോണിക് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്താണെന്ന് നോക്കുക, അതും 2 മാർക്ക് ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ EHRMൻ്റെ ഫീച്ചേഴ്സ്, അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ കൂടുതലും ചാൻസ് EHRMും അതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ആണ്. എന്നാലും നിങ്ങൾ അതിൻ്റെ ഒബ്ജക്റ്റീവ്സും ഇമ്പോർട്ടൻസും ഒക്കെ ജസ്റ്റ് ഒന്ന് നോക്കി പോവാം കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്ക് 5 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഒക്കെ വരാം. EHRM എന്താണ് 2 മാർക്കും വരാം കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മൾ ആ ഒരു ഫസ്റ്റ് ചാപ്റ്ററിൽ നോക്കേണ്ടത്. അപ്പോൾ ഇതൊന്നും സ്കിപ്പ് ചെയ്യാതെ നോക്കുക. ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് 2 മാർക്കും 5 മാർക്ക് ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൂടുതൽ ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് വരുന്നതാണ്. അതുകൊണ്ട് ഈ പറഞ്ഞതൊന്നും സ്കിപ്പ് ചെയ്യാതെ നോക്കണം ഫസ്റ്റ് ചാപ്റ്ററിൽ കേട്ടോ. ദെൻ രണ്ടാമത്തെ ചാപ്റ്റർ നോക്കാം. ചാപ്റ്റർ HR പ്ലാനിങ് ആണ്. ഈ രണ്ടാമത്തെ ചാപ്റ്ററില്ലേ, HR പ്ലാനിങ്ങിൻ്റെ ചാപ്റ്റർ, അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. എസ്സേക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു ചാപ്റ്ററാണ്. പിന്നെ പരമാവധി കുറേ ക്വസ്റ്റ്യൻസ് ഈ ചാപ്റ്ററിൽ നിന്ന് വരും കേട്ടോ. അപ്പോൾ ഒന്നും ഇതിൽ പറയുന്ന ഒന്നും സ്കിപ്പ് ചെയ്യാതെ പഠിക്കുക. അപ്പോൾ ഇതിൽ ഫസ്റ്റ് നോക്കേണ്ടത് HR പ്ലാനിങ് എന്താണെന്ന് 2 മാർക്ക് നോക്കുക. ദെൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് HR പ്ലാനിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ് വരാം 5 മാർക്കായിട്ട്. ദെൻ ഇമ്പോർട്ടൻസ് ഓഫ് HR പ്ലാനിങ്ങിൻ്റെ ഇമ്പോർട്ടൻസും വളരെ അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ദെൻ HR പ്ലാനിങ്ങിൻ്റെ പ്രോസസ്സുകൾ, അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, 5 മാർക്കായിട്ട് വരാം. ദെൻ HR പ്ലാനിങ്ങിൻ്റെ ലിമിറ്റേഷൻസ്, അത് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ പോലും നിങ്ങളൊന്ന് വായിച്ചു പോവുക. ലിമിറ്റേഷൻസ് അതും ചിലപ്പോൾ 5 മാർക്കൊക്കെ ആയിട്ട് വരാം. ദെൻ സ്ട്രാറ്റജിക് HR പ്ലാനിങ് എന്താണ്, 2 മാർക്ക് ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ജോബ് അനാലിസിസ് എന്താണെന്ന് 2 മാർക്ക് ക്വസ്റ്റ്യൻ നോക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് ജോബ് അനാലിസിസിൻ്റെ ഒബ്ജക്റ്റീവ്സ് പറയുന്നുണ്ട്. ആ ഒബ്ജക്റ്റീവ്സ് തന്നെയാണ് യൂസസ് ആയാലും ഇമ്പോർട്ടൻസ് ചോദിച്ചാലും ഒക്കെ എഴുതേണ്ടത്. അപ്പോൾ യൂസസ്, ഇമ്പോർട്ടൻസ് ഓർ ഒബ്ജക്റ്റീവ്സ് ഒക്കെ സെയിം ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതൊന്ന് നോക്കുക, അത് 5 മാർക്കായിട്ട് വരാം. ദെൻ ജോബ് അനാലിസിസിൻ്റെ മെത്തേഡ്സുകളുണ്ട്, അത് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും നിങ്ങൾ നോക്കണം കേട്ടോ, 5 മാർക്കായിട്ട് സ്കിപ്പ് ചെയ്യണ്ട. ദെൻ ജോബ് അനാലിസിസിൻ്റെ പ്രോസസ്സുകളുണ്ട്, അതും 5 മാർക്ക് ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ജോബ് ഡിസ്ക്രിപ്ഷൻ എന്താണെന്ന് നോക്കണം, 2 മാർക്ക് ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ജോബ് സ്പെസിഫിക്കേഷൻ എന്താണെന്ന് നോക്കുക, അതും 2 മാർക്ക് ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ജോബ് ഡിസൈൻ എന്താണെന്ന് നോക്കുക, അതും 2 മാർക്ക് ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ജോബ് ഡിസൈനിൻ്റെ മെത്തേഡ്സുകൾ പറയുന്നുണ്ട്, 4 മെത്തേഡ്സ്.
ജോബ് സിംപ്ലിഫിക്കേഷൻ, ജോബ് എൻറിച്ച്മെൻറ്റ്, ജോബ് എൻലാർജ്മെൻറ്റ്, ജോബ് റൊട്ടേഷൻ, അങ്ങനെ ഇങ്ങനെ 4 മെത്തേഡ്സ് പറയുന്നുണ്ട്. അതൊന്നെങ്കിൽ ചിലപ്പോൾ ജോബ് ഡിസൈൻ്റെ മെത്തേഡ്സിന്ന് 5 മാർക്കായിട്ട് വരാം, അല്ലെങ്കിൽ ഈ 4 മെത്തേഡ്സിൽ ഏതെങ്കിലും 1-2 എണ്ണമൊക്കെ 2 മാർക്ക് ക്വസ്റ്റ്യനായിട്ട് വരാം കേട്ടോ. അപ്പോൾ അതൊന്നും സ്കിപ്പ് ചെയ്യാതെ പഠിക്കുക. ദെൻ അടുത്ത ഒരു ടോപ്പിക് ഉണ്ട്, ജോബ് ഇവാലുവേഷൻ്റെ ടോപ്പിക്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു എസ്സേ വരാൻ ചാൻസ് ഉള്ളൊരു ടോപ്പിക്കാണ്. എന്താണ് ജോബ് ഇവാലുവേഷൻ എന്ന് പഠിക്കുക, ജോബ് ഇവാലുവേഷൻ്റെ ഒബ്ജക്റ്റുകൾ പഠിക്കുക, ദെൻ ജോബ് ഇവാലുവേഷൻ്റെ മെത്തേഡ്സുകൾ പഠിക്കുക. പല മെത്തേഡ്സുകൾ പറയുന്നുണ്ട്, അത് പഠിക്കുക. ദെൻ അതിൻ്റെ ജോബ് ഇവാലുവേഷൻ്റെ അഡ്വാൻറ്റേജസും പഠിക്കുക, ലിമിറ്റേഷൻസും പഠിക്കുക. അപ്പോൾ ആ ഒരു ജോബ് ഇവാലുവേഷൻ്റെ ടോപ്പിക്ക് സ്കിപ്പ് ചെയ്യാതെ ഈ പറഞ്ഞതൊക്കെ പഠിക്കുക. എസ്സേക്ക് വളരെ ചാൻസ് ഉള്ളൊരു ടോപ്പിക്കാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഈ HR പ്ലാനിങ്ങിൻ്റെ ആ ഭാഗത്ത് അതിൻ്റെ ഇമ്പോർട്ടൻസ്, ഫീച്ചേഴ്സ്, എന്താണ് HR പ്ലാനിങ്, അത് ചിലപ്പോൾ ഒരു എസ്സേ പോലെയൊക്കെ ആയിട്ട് ചിലപ്പോൾ വരാം കേട്ടോ. പിന്നെ അടുത്തത് നോക്കേണ്ടത് റിക്രൂട്ട്മെൻറ്റ്. അതിൽ എന്താണ് റിക്രൂട്ട്മെൻറ്റ് എന്ന് നോക്കുക. ദെൻ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് റിക്രൂട്ട്മെൻറ്റിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, അതും 5 മാർക്ക് ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ സോഴ്സസ് ഓഫ് മാൻ പവർ റിക്രൂട്ട്മെൻറ്റിൻ്റെ സോഴ്സസുകൾ, അത് 5 മാർക്ക് ക്വസ്റ്റ്യൻ നോക്കുക. അപ്പോൾ ഇതൊക്കെയും ഈ പറഞ്ഞതൊക്കെ റിക്രൂട്ട്മെൻറ്റിൻ്റെ ഭാഗത്ത് നോക്കുക. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു 2ാമത്തെ ചാപ്റ്ററിൽ. ഈ പറഞ്ഞതൊന്നും സ്കിപ്പ് ചെയ്യാതെ നോക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. അപ്പോൾ ആദ്യം ഇതുവരെയും പഠിച്ചു തുടങ്ങാത്തവരൊക്കെ ആണെങ്കിൽ 2ാമത്തെ ചാപ്റ്ററൊക്കെ ഒന്നും സ്കിപ്പ് ചെയ്യാതെ നല്ലോണം പഠിക്കുക കേട്ടോ. ദെൻ അടുത്ത ചാപ്റ്ററിലോട്ട് കിടക്കാം. 2ാമത്തെ ചാപ്റ്റർ എടുത്തത് നോക്കാൻ പോകുന്നത് സെലക്ഷൻ ആൻഡ് പ്ലേസ്മെൻറ്റ് ഓഫ് എംപ്ലോയീസ്. അതും 2ാമത്തെ ചാപ്റ്റർ കഴിഞ്ഞാൽ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ് സെലക്ഷൻ ആൻഡ് പ്ലേസ്മെൻറ്റ് ഓഫ് എംപ്ലോയീസ്. അപ്പോൾ ഈ 2ാമത്തെ ചാപ്റ്റർ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്, ദെൻ സെലക്ഷൻ ആൻഡ് പ്ലേസ്മെൻറ്റ് ഓഫ് എംപ്ലോയീസ് 3ാമത്തെ ചാപ്റ്റർ, ദെൻ 4ാമത്തെ ചാപ്റ്റർ പെർഫോമൻസ് അപ്രൈസൽ ആൻഡ് കരിയർ പ്ലാനിങ്. ഈ 3 ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്, ഒന്നും സ്കിപ്പ് ചെയ്യാനില്ല, പരമാവധി എല്ലാം പഠിക്കണം. അത് കഴിഞ്ഞ് ഇമ്പോർട്ടൻ്റ് 1ാമത്തെ ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ, അതിൻ്റെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൻ്റെ. പിന്നെയാണ് നമ്മുടെ കോമ്പൻസേഷൻ മാനേജ്മെൻറ്റിൻ്റെ 5ാമത്തെ ചാപ്റ്ററും 6ാമത്തെ ഗ്രീവൻസ് റിഡ്രസലൊക്കെ ഇമ്പോർട്ടൻ്റ് ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് 3ാമത്തെ ചാപ്റ്ററിൽ ഇനി നോക്കാം. സെലക്ഷൻ ആൻഡ് പ്ലേസ്മെൻറ്റിൽ എന്താണ് സെലക്ഷൻ എന്ന് പഠിക്കുക, 2 മാർക്ക് ക്വസ്റ്റ്യൻ വരാം. ദെൻ സെലക്ഷൻ്റെ പ്രോസസ്സുകൾ, മുൻപൊക്കെ അത് എസ്സേ ക്വസ്റ്റ്യനായിട്ട് വരാറുള്ളതായിരുന്നു, പക്ഷെ ഇപ്പോൾ അത് 5 മാർക്കിനാണ് കൂടുതൽ ചാൻസ് ഉള്ളത്. അപ്പോൾ ആ സെലക്ഷൻ്റെ പ്രോസസ്സുകളൊക്കെ നന്നായിട്ട് പഠിക്കുക, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ എന്താണ് ഇൻ്റർവ്യൂ എന്ന് പഠിക്കുക, അത് 2 മാർക്ക് ക്വസ്റ്റ്യനായിട്ട് വരാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യനാണ്. അതിൽ പല ടൈപ്പ് ഇൻ്റർവ്യൂകൾ പറയുന്നുണ്ട്, ചിലപ്പോൾ അതിൽ 1-2 എണ്ണമൊക്കെ ഏതെങ്കിലും ഒരെണ്ണമൊക്കെ എന്താണെന്ന് 2 മാർക്കായിട്ടും വരാം. അപ്പോൾ അതൊന്ന് ജസ്റ്റ് വായിച്ച് നോക്കുക. ദെൻ അടുത്തത് ഇൻഡക്ഷൻ എന്താണെന്ന് നോക്കുക, 2 മാർക്ക് ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻഡക്ഷൻ്റെ ഒബ്ജക്റ്റീവ്സ് നോക്കുക, 5 മാർക്ക് ക്വസ്റ്റ്യനായിട്ട് വരാം, ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ പ്ലേസ്മെൻറ്റ് എന്താണെന്ന് നോക്കുക, അതും 2 മാർക്ക് ക്വസ്റ്റ്യനിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ എന്താണ് പ്രൊമോഷൻ എന്ന് നോക്കുക, 2 മാർക്ക് ക്വസ്റ്റ്യൻ. എന്താണ് ഡിമോഷൻ എന്ന് നോക്കുക, പ്രൊമോഷൻ്റെ ഓപ്പോസിറ്റ് ആണ്. ഡിമോഷൻ എന്താണെന്ന് നോക്കുക, അതും 2 മാർക്ക് ക്വസ്റ്റ്യൻ. ഒന്നെങ്കിൽ പ്രൊമോഷൻ 2 മാർക്ക് വരാം, അല്ലെങ്കിൽ ഡിമോഷൻ 2 മാർക്ക് വരാം. അപ്പോൾ എന്താണ് ഡിമോഷൻ എന്ന് നോക്കുക. ദെൻ അടുത്തത് ട്രെയിനിങ് എന്താണെന്ന് നോക്കുക, 2 മാർക്ക് ക്വസ്റ്റ്യൻ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് ട്രെയിനിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ് 5 മാർക്ക് ക്വസ്റ്റ്യൻ, ഇമ്പോർട്ടൻ്റ് ആണ്. നീഡ് ഫോർ ട്രെയിനിങ്ങിൻ്റെ നീഡ്സുകൾ, അതും 5 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വരാം, ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ മെത്തേഡ്സ് ഓഫ് ട്രെയിനിങ്ങിൻ്റെ മെത്തേഡ്സുകൾ പറയുന്നുണ്ട്, അത് ചിലപ്പോൾ മെത്തേഡ്സ് ഓഫ് ട്രെയിനിങ് 5 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. അല്ലാന്നുണ്ടെങ്കിൽ അതിലേതെങ്കിലും 1-2 മെത്തേഡ് 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. കോച്ചിങ് എന്താണെന്ന് 2 മാർക്ക് ചോദിക്കാം, അല്ലെങ്കിൽ മെൻറ്ററിങ് എന്താണ്, അങ്ങനെയുള്ള ചില ടേംസുകളൊക്കെ 2 മാർക്കായിട്ട് ചോദിക്കാം. അപ്പോൾ ഇത്രയാണ് നമുക്ക് ആ ഒരു ചാപ്റ്ററിലും അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാനുള്ളത്. അപ്പോൾ ആ പറഞ്ഞതൊന്നും സ്കിപ്പ് ചെയ്യാതെ നോക്കുക. അത് കഴിഞ്ഞ് ടൈം കിട്ടുകയാണെങ്കിൽ ബാക്കിയുള്ള പോർഷൻസും കൂടി ഒന്ന് നോക്കാം കേട്ടോ. ദെൻ 4ാമത്തെ ചാപ്റ്റർ പെർഫോമൻസ് അപ്രൈസൽ ആൻഡ് കരിയർ പ്ലാനിങ്. അത് 3ാമത്തെ ചാപ്റ്റർ കഴിഞ്ഞാൽ അടുത്ത ഇമ്പോർട്ടൻ്റ് ആണ്. 2, 3, 4 വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ അതിലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. സ്കിപ്പ് ചെയ്യാതെ പറയുന്ന പോർഷൻസൊക്കെ നോക്കണം. അപ്പോൾ അതിൽ ആദ്യം എന്താണ് പെർഫോമൻസ് ഇവാലുവേഷൻ അല്ലെങ്കിൽ പെർഫോമൻസ് അപ്രൈസൽ എന്ന് നോക്കുക, 2 മാർക്ക് ക്വസ്റ്റ്യൻ, ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ പെർഫോമൻസ് അപ്രൈസലിൻ്റെ ഒബ്ജക്റ്റീവ്സ് ഉണ്ട്, അത് 5 മാർക്കായിട്ട് വരാം. ഇമ്പോർട്ടൻസ് ഓഫ് പെർഫോമൻസ് അപ്രൈസലിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നുണ്ട്, അതും നോക്കുക, 5 മാർക്കായിട്ട് വരാം. ദെൻ മെത്തേഡ്സ് ഓഫ് പെർഫോമൻസ് അപ്രൈസലിൻ്റെ മെത്തേഡ്സുകളുണ്ട്, പല മെത്തേഡ്സുകൾ, അത് എസ്സേ ആയിട്ട് വരാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ്.
അപ്പോൾ ഈ 2, 3, 4 ചാപ്റ്ററിൽ നിന്നാണ് കൂടുതൽ എസ്സേ വരാനായിട്ട് ചാൻസ് ഉള്ളത്. അപ്പോൾ ഈ പെർഫോമൻസ് അപ്രൈസലിൻ്റെ മെത്തേഡ്സുകൾ ചിലപ്പോൾ എസ്സേ ആയിട്ട് വരാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ പെർഫോമൻസ് മെത്തേഡ്സുകളിൽ 1-2 എണ്ണമൊക്കെ ചിലപ്പോൾ 2 മാർക്കായിട്ട് വരും. അതായത് ബിഹേവിയറലി ആൻകോർഡ് റേറ്റിംഗ് സ്കെയിൽസ് എന്താണ്, പിന്നെ മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ് MBO എന്താണ്, പിന്നെ അസസ്മെൻറ്റ് സെൻറ്റേഴ്സ് എന്താണ്, അതൊക്കെ ചിലപ്പോൾ 2 മാർക്കായിട്ട് വരാം. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ പറഞ്ഞ ഈ MBOൻ്റെ ടോപ്പിക്കില്ലേ, മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ്, അത് 2 മാർക്കുമായിട്ടും വരാം. അതിൻ്റെ കുറച്ച് സ്റ്റെപ്സുകളും അതിൻ്റെ താഴെ പറയുന്നുണ്ട്. അത് ചിലപ്പോൾ 2 മാർക്കായിട്ട് 2 മാർക്കിൻ്റെ വരാം, ചെറിയൊരു ഡെഫിനിഷൻ പോലെ. അല്ലാന്നുണ്ടെങ്കിൽ ഈ സ്റ്റെപ്സ് അടക്കം 5 മാർക്കുമായിട്ടും ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ അതൊന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട ടോപ്പിക്കാണ്. ദെൻ അടുത്തത് പെർഫോമൻസ് അപ്രൈസലിൻ്റെ ലിമിറ്റേഷൻസ് പറയുന്നുണ്ട്, അത് പഠിക്കുക. പിന്നെ എന്താണ് കരിയർ പ്ലാനിംഗ് എന്ന് പഠിക്കുക. കരിയർ പ്ലാനിങ്ങിൻ്റെ ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ കരിയർ പ്ലാനിങ് എന്താണെന്ന് 2 മാർക്കായിട്ട് വരാം. ദെൻ കരിയർ പ്ലാനിങ്ങിൻ്റെ ഫീച്ചേഴ്സ് 5 മാർക്ക് വരാം. ഒബ്ജക്റ്റീവ്സ് ഓഫ് കരിയർ പ്ലാനിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ് നോക്കുക, 5 മാർക്കായിട്ട് വരാം. കരിയർ പ്ലാനിങ്ങിൻ്റെ അഡ്വാൻറ്റേജസും നോക്കുക, ലിമിറ്റേഷൻസും നോക്കുക, അതും 5 മാർക്കായിട്ട് വരാം കേട്ടോ. പിന്നെ നോക്കേണ്ടത് കരിയർ ഡെവലപ്മെൻറ്റ് എന്താണ്, അത് 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമുക്ക് ആ ഒരു 4ാമത്തെ ചാപ്റ്ററിൽ നോക്കേണ്ടത്, പെർഫോമൻസ് അപ്രൈസൽ ആൻഡ് കരിയർ പ്ലാനിങ്ങിൽ. ദെൻ നമുക്ക് അടുത്ത ചാപ്റ്ററിലോട്ട് കിടക്കാം, കോമ്പൻസേഷൻ മാനേജ്മെൻറ്റ്. അതിൽ നിന്ന് പറയുകയാണെങ്കിൽ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററും അല്ല, പിന്നെ അധികം ക്വസ്റ്റ്യൻസ് ഒന്നും ഇതിൽ വരാറില്ല. അപ്പോൾ ഇതൊക്കെ ഇനി വരുന്ന കോമ്പൻസേഷൻ മാനേജ്മെൻറ്റും ദെൻ ലാസ്റ്റ് ചാപ്റ്ററും ഗ്രീവൻസിൻ്റെ ചാപ്റ്ററും വളരെ എളുപ്പമുള്ള ഒരു ചാപ്റ്ററാണ് കേട്ടോ. അപ്പോൾ ഇത്രയും നേരത്തെ പറഞ്ഞിട്ടുള്ള 2, 3, 4 പിന്നെ 1ഒക്കെയാണ് ഇത്തിരി കൂടുതൽ പഠിക്കേണ്ടതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ. അപ്പോൾ ഈ ഒരു കോമ്പൻസേഷൻ മാനേജ്മെൻറ്റ് 5ാമത്തെ ചാപ്റ്ററിൽ നിന്ന് ആദ്യം നോക്കേണ്ടത് എന്താണ് കോമ്പൻസേഷൻ പ്ലാനിങ് എന്ന് നോക്കുക, 2 മാർക്ക് ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ കോമ്പൻസേഷൻ മാനേജ്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവ്സ് പറയുന്നുണ്ട്, അത് നോക്കുക, 5 മാർക്ക് ക്വസ്റ്റ്യൻ. ദെൻ ഫീച്ചേഴ്സ് ഓഫ് എ ഗുഡ് വേജ് സിസ്റ്റം, ഗുഡ് വേജ് സിസ്റ്റത്തിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, അത് 5 മാർക്ക് ക്വസ്റ്റ്യൻ നോക്കുക. ദെൻ വേജ് പോളിസി എന്താണെന്ന് നോക്കുക, വേജ് പോളിസിയുടെ ഒബ്ജക്റ്റീവ്സ് നോക്കുക, 5 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. ദെൻ വേജ് പേയ്മെൻറ്റ് സിസ്റ്റം എന്താണെന്ന് നോക്കുക, അതിൻ്റെ ഇമ്പോർട്ടൻസ് ഉണ്ട്, അതും ഒന്ന് നോക്കി വയ്ക്കുക. പിന്നെ അതിൽ പല പ്ലാൻസിൻ്റെ പറയുന്നുണ്ട്, ബോണസ് പ്ലാനുകൾ, ഹാൽസി പ്രീമിയം പ്ലാനുകൾ, അങ്ങനെയുള്ള റൊവാൻ പ്ലാനുകൾ, അതൊക്കെ വരുന്നുണ്ട്. പക്ഷെ അതധികം ചോദിക്കാത്ത ഒരു പോർഷൻസ് ആണ്. എങ്കിൽ പോലും നിങ്ങൾ ബാക്കിയുള്ളതൊക്കെ ഇത്രയും ഇമ്പോർട്ടൻ്റ് ഉള്ളതൊക്കെ പറഞ്ഞ് പഠിച്ചതിന് ശേഷം നിങ്ങൾ ഈ ഒരു ടോപ്പിക്ക് ഒന്ന് നോക്കുക. ടൈം എങ്ങനെയാണെന്ന് വെച്ചാൽ മാനേജ് ചെയ്തിട്ട് നിങ്ങൾ ഈ ഒരു ടോപ്പിക്ക് ഒന്ന് നോക്കുക. ദെൻ പിന്നെ നോക്കേണ്ടത് എന്താണ് ഫ്രിഞ്ച് ബെനിഫിറ്റ് എന്ന് നോക്കുക, 2 മാർക്ക് ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ഫ്രിഞ്ച് ബെനിഫിറ്റിൻ്റെ ഒബ്ജക്റ്റീവ്സ് വരുന്നുണ്ട്, അതും നോക്കാം കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഈ ഒരു കോമ്പൻസേഷൻ മാനേജ്മെൻറ്റിൻ്റെ ഒരു ചാപ്റ്ററിൽ നോക്കേണ്ടത്. ദെൻ നമ്മൾ പറഞ്ഞ ആ പ്ലാനിൻ്റെയും പീസ് വേജ് സിസ്റ്റത്തിൻ്റെയും ഒക്കെ ആ ഒരു ഭാഗമൊക്കെ നിങ്ങൾ ടൈം അനുസരിച്ച് നോക്കാം കേട്ടോ. ദെൻ 6ാമത്തെ ചാപ്റ്റർ ഗ്രീവൻസ് റിഡ്രസലാണ്. ഇതും അത്രയ്ക്ക് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ അല്ല. അപ്പോൾ ഇതിൽ ആദ്യം പഠിക്കേണ്ടത് എന്താണ് ഗ്രീവൻസ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്തായാലും ഷുവറാണ് 2 മാർക്ക് ക്വസ്റ്റ്യൻ. എന്താണ് ഗ്രീവൻസ് എന്ന് പഠിക്കുക. ദെൻ ഗ്രീവൻസ് ഹാൻഡ്ലിംഗ് എന്താണെന്ന് പഠിക്കുക. ഗ്രീവൻസ് ഹാൻഡ്ലിങ്ങിൻ്റെ പ്രൊസീജിയേഴ്സ് 5 മാർക്ക് ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് പഠിക്കുക. ദെൻ എന്താണ് ആബ്സെൻറ്റിസം എന്ന് പഠിക്കുക, അത് 2 മാർക്കായിട്ട് വരാം. പിന്നെ കോസസ് ഓഫ് ആബ്സെൻറ്റിസം വരുന്നുണ്ട്, അതൊന്നും നിങ്ങൾ ജസ്റ്റ് വായിച്ചു പോവുക, വരികയാണെങ്കിൽ എഴുതാം, അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് അല്ല. പിന്നെ എന്താണ് ഡിസിപ്ലിൻ എന്ന് പഠിക്കുക, അത് 2 മാർക്കായിട്ട് വരാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ കോഡ് ഓഫ് ഡിസിപ്ലിൻ എന്താണെന്ന് പഠിക്കുക, അതും 2 മാർക്കായിട്ട് വരാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ എസെൻഷ്യൽസ് ഓഫ് എ ഗുഡ് ഡിസിപ്ലിൻ സിസ്റ്റം, ഒരു ഗുഡ് ഡിസിപ്ലിൻ സിസ്റ്റത്തിൻ്റെ എസെൻഷ്യൽസ് എന്തൊക്കെയാണ്, അത് ജസ്റ്റ് ഒന്ന് നോക്കി പോവുക, അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും ചിലപ്പോൾ 5 മാർക്കായിട്ട് വന്നേക്കാം കേട്ടോ. പിന്നെ നോക്കേണ്ടത് എന്താണ് പണിഷ്മെൻറ്റ്, അത് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് അല്ല, 2 മാർക്ക്, എന്നാലും പണിഷ്മെൻറ്റ് എന്താണെന്ന് ജസ്റ്റ് 2 മാർക്ക് നോക്കി പോവാം. ദെൻ അടുത്തത് ലേബർ പാർട്ടിസിപ്പേഷൻ മാനേജ്മെൻറ്റ് എന്താണെന്ന് നോക്കുക, 2 മാർക്ക് ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ലേബർ പാർട്ടിസിപ്പേഷൻ മാനേജ്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവ്സ് വരുന്നുണ്ട്, അത് 5 മാർക്ക് ക്വസ്റ്റ്യൻ എന്തായാലും നോക്കുക, സ്കിപ്പ് ചെയ്യാതെ, അതും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമുക്ക് ആ ഒരു ഗ്രീവൻസ് റിഡ്രസൽ എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററിൽ നോക്കാനുള്ളത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ HRM ഫുള്ള് നമ്മൾ എല്ലാ ചാപ്റ്ററിലും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് പറഞ്ഞു. അപ്പോൾ 6 ചാപ്റ്ററാണ് മൊത്തം ഉള്ളത്. മൊഡ്യൂൾ വൈസ് നോക്കുകയാണെങ്കിൽ 5 ചാപ്റ്റർ. അപ്പോൾ 6 ചാപ്റ്റർ എന്ന് പറയുമ്പോൾ ആദ്യത്തെ ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ ടു HRM,
അത് നിങ്ങൾ അത്യാവശ്യം ഒരുവിധം പറഞ്ഞ പോലെയൊക്കെ എല്ലാം തന്നെ നോക്കുക. വളരെ അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. ദെൻ രണ്ടാമത്തെ ചാപ്റ്റർ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്, അത് വെരി ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ്. അതും നല്ലോണം നോക്കാം. ദെൻ മൂന്നാമത്തെ ചാപ്റ്റർ സെലക്ഷൻ ആൻഡ് പ്ലേസ്മെൻറ്റ് ഓഫ് എംപ്ലോയീസ്, അതും വളരെ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ്. അതും സ്കിപ്പ് ചെയ്യാതെ നോക്കാം. നാലാമത്തെ ചാപ്റ്റർ പെർഫോമൻസ് അപ്രൈസൽ ആൻഡ് കരിയർ പ്ലാനിങ്, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതും സ്കിപ്പ് ചെയ്യാതെ നോക്കാം. ദെൻ അഞ്ചാമത്തെ ചാപ്റ്റർ കോമ്പൻസേഷൻ മാനേജ്മെൻറ്റ്, അത് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് അല്ല എങ്കിൽ പോലും പറഞ്ഞ ആ പോർഷൻസൊക്കെ ഒന്ന് നോക്കിപ്പോവാം. ദെൻ ആറാമത്തെ ചാപ്റ്റർ ഗ്രിവൻസ് റിഡ്രസൽ, അതും ഇമ്പോർട്ടൻ്റ് അല്ല അത്ര, എന്നാലും നിങ്ങൾ പറഞ്ഞ ആ ഒരു ടോപ്പിക്കുകളൊക്കെ ഒന്ന് കവർ ചെയ്ത് പോവാം കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ HRMൽ നോക്കേണ്ട പോർഷൻസ്. നമുക്ക് റിവിഷൻ ക്ലാസ് ഇടാനുള്ള ടൈം ഇനിയില്ല, എക്സാം ആവാറായതുകൊണ്ട് ടൈം കുറവായതുകൊണ്ടാണ് നമ്മൾ ഇടാത്തത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ നന്നായിട്ട് പഠിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും കമൻറ്റ് ബോക്സിൽ പറയുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ സജഷൻസോ ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യട്ടോ. താങ്ക് യു.